വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് ബാഴ്സ വേഴ്സസ് PSG മാച്ചിനെ കുറിച്ചാണ്. അപ്പോൾ മാച്ചിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഹൈലൈറ്റ്സ് ഒന്നും പിന്നെ പോയി കണ്ടു നോക്കിയിട്ടൊന്നുമില്ല, കണ്ടു നോക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ, ബാഴ്സ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷയുള്ളൊരു മാച്ചായിരുന്നു. കാരണം 3-2 നമ്മൾ ഓൾറെഡി ലീഡിൽ നിൽക്കുന്ന ഒരു ക്വാർട്ടർ ഫൈനലാണ്. നമ്മൾ ഹോമിലാണ് കളി വരുന്നത്. ഫാൻസ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ക്യാമ്പ് ലെവലുള്ള ആറ്റ്മോസ്ഫിയർ ഒന്നും കിട്ടൂലെങ്കിൽ പോലും ഫാൻസ് അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അപ്പം നമുക്ക് മാച്ച് ഈസി ആയിട്ട് ഗ്രാബ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ടെന്നല്ല, പക്ഷേ ഒരു ടഫ് മാച്ച് ആയിരിക്കും. പക്ഷേ ഫൈനലി നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, ഇനി മാച്ചിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് 11 നോക്കുന്ന സമയത്ത് വലിയ സർപ്രൈസുകളൊന്നുമില്ല രണ്ട് ടീമിൻ്റെ സൈഡിൽ നിന്നും. പെഡ്രി സ്റ്റാർട്ട് ചെയ്തു ബാഴ്സൻ്റെ സൈഡിൽ നിന്ന്, ഞാൻ ഫെർമിൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചത്. അതുപോലെ PSG സൈഡിലേക്ക് നോക്കുമ്പോൾ മാർക്കിഞ്ഞോസും ലൂക്കാസ് ഹെർണാണ്ടസുമാണ് സെൻറ്റർ ബാക്സ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കളി തുടങ്ങി. PSG ഭയങ്കര അഗ്രസീവായിട്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ഡെംബലയിലൂടെ, അതുപോലെ ബ്രാഡ്ലി ബർക്കോളിനെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബർക്കോൾ നല്ല സൂപ്പർ കളിയായിരുന്നു. അപ്പം ഈ രണ്ട് പ്ലേയേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് വിങ്ങിലൂടെ നിരന്തരം അറ്റാക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബാഴ്സ വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള രൂപത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. സൂപ്പർ ഡിഫെൻഡിങ് ആയിരുന്നു ബാഴ്സൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഓർമ്മ വരുന്നത് ടെർ സ്റ്റെഗൻ്റെ ഒരു സേവ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ബർക്കോളിൻ്റെ ഷോട്ടാണത്. അതുപോലെ നമ്മുടെ എംബാപ്പേൻ്റെ ഒരു ഹെഡ് അവിടെ നമ്മുടെ കൂണ്ടെ ക്ലിയർ ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു. പക്ഷേ ബാഴ്സയും അതേപോലെ അപ്പുറത്തേക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് അറ്റാക്സ് കുറവാണെങ്കിൽ പോലും അവരുടെ ഡിഫൻസിന് പലപ്പോഴും നല്ല ത്രെറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ട്രാൻസിഷനൊക്കെ വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ലാമിൻ യമാലൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ടോട്ടലി നമ്മൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ, PSG ഇല്ലെങ്കിൽ പോലും. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ആ ഒരു റെഡ് കാർഡ് വരുന്നത്. അപ്പം അവിടെ ബോൾ ശരിക്കും ന്യൂനോ മെൻഡസ് എനിക്ക് തോന്നുന്നു ലാമിൻ യമാലിൽ നിന്ന് ടാക്കിൾ ചെയ്തിട്ടാണ് നേരെ മുന്നോട്ട് കൊടുക്കുന്നത്. ആ ബോളായിട്ട് ബർക്കോള മുന്നോട്ട് പോവാണ്. അപ്പോൾ റൊണാൾഡോ അറൗഹോ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഫൗൾ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അത് റെഡ് കാർഡ് ആണോ എന്നുള്ളൊരു സംശയമൊക്കെ ചോദിക്കുന്നത് കണ്ടു. അത് ക്ലിയർ റെഡ് കാർഡാണ്. കാരണം ബർക്കോള ലാസ്റ്റ് മാനാണ്. ലാസ്റ്റ് മാനെ ഫൗൾ ചെയ്താൽ മുന്നും പിന്നും നോക്കാനില്ല. അത് ക്ലിയർ റെഡ് കാർഡാണ്, അതിലൊന്നും ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ആ റെഡ് കാർഡ് കിട്ടുകയാണ്. അപ്പോൾ അവിടെയാണ് കളി തിരിയുന്നത്. അപ്പോൾ അറൗഹോനെ സംബന്ധിച്ചിടത്തോളം ചാടിക്കയറി ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഒന്നുകൂടി കാമായിട്ട് ആക്ട് ചെയ്യായിരുന്നു. കാരണം ഒന്ന് പോസ്റ്റിന് മുമ്പിൽ ടെർ സ്റ്റെഗൻ ഉണ്ട്. ടെർ സ്റ്റെഗൻ 1v1 സിറ്റുവേഷനിൽ സേവ് ചെയ്യാൻ കെൽപ്പുള്ള ഗോൾ കീപ്പറാണ്. അതേസമയം തന്നെ ഒരു റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, അത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഫൗൾ ചെയ്യാതിരിക്കായിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റിലെ തോട്ടാണ്, ആ മൊമെൻറ്റിൽ ബ്രെയിനിലേക്ക് എന്താ വരുന്നത് അതാണ് അവർ ചെയ്യുന്നത്. അത് നമ്മുടെ ടോട്ടൽ വിധിനെ മാറ്റിമറിച്ചു എന്ന് പറയാം. നമ്മൾ ഡിഫൻസിലെ അത്രയും വലിയൊരു ഐക്കണായി നിൽക്കുന്ന പ്ലെയർ ഒരു മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിപ്പോവാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരുപാട് മാച്ചുകൾ കണ്ടിട്ടുണ്ട്. ക്രൂഷ്യലായിട്ടുള്ള പ്ലെയർക്ക് റെഡ് കാർഡ് കിട്ടുന്നു, എന്നിട്ട് ടീം ആ മാച്ച് പരാജയപ്പെടുന്നു. ഇങ്ങനെ ഒരുപാട് മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇപ്പോൾ പെട്ടെന്നൊക്കെ ഓർമ്മ വരുന്നത് 2022 നെതർലൻഡ്സിൽ ഡിലൈറ്റിന് റെഡ് കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിലൈറ്റിന് റെഡ് കാർഡ് കിട്ടുന്നതോടെ ടീം ആകെ ഡൗൺ ആയി. അങ്ങനെ അന്ന് നെതർലൻഡ്സ് തോക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഡിഫൻഡർക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് ടീം ടോട്ടലി ഡൗൺ ആവുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് ആ ഒരു മാച്ചാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായി. പിന്നെ നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആണ്. അതായത് എന്താ ചെയ്യാന്നുള്ള ഒരു പിടിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. അതോടെ ക്സാവിക്കും അവിടെ റെഡ് കാർഡ് കിട്ടുന്നുണ്ട്, ഫ്യൂറിയസ് ആയതിൻ്റെ പേരിൽ. അപ്പം അങ്ങനെ റെഡ് കാർഡ് കിട്ടി. പിന്നെ അവിടെ നമ്മുടെ മാനേജർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമിൻ യമാലെ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. ലാമിൻ യമാലെ പിൻവലിച്ചിട്ട് സെൻറ്റർ ബാക്കായിട്ട് ഇനിഗോ മാർട്ടിനസിനെ കൊണ്ടുവരുന്നു. അപ്പം അതന്നെ PSG സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബൂസ്റ്റാണ്. റൊണാൾഡോ അറൗഹോനെ പോലെ ഈ ബിഗ് മാച്ചിൽ ഒരു ഫൈറ്റർ മെൻറ്റാലിറ്റി കാഴ്ചവെക്കുന്ന പ്ലെയർ ഡിഫൻസിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനിഗോ മാർട്ടിനസ് മോശം പ്ലെയറാണെന്നല്ല പറയുന്നത്, പക്ഷേ ബിഗ് മാച്ചിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് അറൗഹോ വേണം. അപ്പോൾ അറൗഹോ ശരിക്കും ആ ഒരു മിസ്റ്റേക്കിലൂടെ റെഡ് കാർഡ് കിട്ടി പുറത്തു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറൗഹോ പോയതോടെ എന്താ പറയുക, PSG ഭയങ്കരമായിട്ടുള്ള രീതിക്ക് കോൺഫിഡൻ്റ് ആയി. പിന്നാലെ അവർ ഗോൾ അടിച്ചു തുടങ്ങി. ഫസ്റ്റ് ഒരു സൂപ്പർ ഗോൾ അടിക്കുന്നത് ഡെംബലയാണ്. അത് ഒരു കിഡിലൻ ഷോട്ടാണ്. ഓക്കെ, അത് പക്ക ആക്യുറേറ്റ് ആണ്, അത് പവർഫുള്ളാണ്. അത് ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം സേവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഷോട്ടാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഫസ്റ്റ് അവിടെ ഡെംബലെ അടിച്ചു. അതിന് ബോൾ കൊടുക്കുന്നത് ബ്രാഡ്ലി ബർക്കോളയാണ്. പിന്നെ വിറ്റീഞ്ഞ ഒരു ഗോൾ അടിക്കുന്നുണ്ട്.
അല്ല ഇതിൻ്റെയൊക്കെ അപ്പുറം ഫസ്റ്റ് നമ്മൾ ഗോൾ അടിക്കുന്നുണ്ട് കേട്ടോ. ലാമിൻ യമാൽ ബോളായിട്ട് മുന്നോട്ട് പോയിട്ട് അത് റഫീഞ്ഞക്ക് കൊടുത്തിട്ട് റഫീഞ്ഞ ഒരു ഗോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സേഫായി എന്ന് വിചാരിക്കുകയായിരുന്നു. പിന്നീടാണ് റെഡ് കാർഡ് ഇൻസിഡൻറ്റ് വരുന്നതും പിന്നീട് തിരിച്ച് 4 ഗോളാണ് PSG അടിക്കുന്നത്. 4 ഗോള്, എണ്ണം പറഞ്ഞ 4 ഗോള്. അത് തന്നെ ഇപ്പോൾ നമ്മൾ മാച്ചിലെ പെർഫോമൻസുകളെ പറ്റി പറയുമ്പം PSG സൈഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഡെംബലിനെ കുറിച്ചാണ്. ഡെംബലിനെ ഫാൻസ് നല്ല രീതിക്ക് ബൂ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു സംഗതിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് മൂപ്പര് കാണിച്ചിട്ടുള്ള പെർഫോമൻസ് കിഡിലനാണ്. അദ്ദേഹം ഒരു ഗോള് നേടി, പിന്നെ ഒരുപാട് അറ്റാക്സ് നിരന്തരം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരുപാട് ഷോട്ടുകൾ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഡെംബലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത മാച്ചാണ്. തന്നെ ബൂ ചെയ്യുന്ന ഫാൻസിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് പുറത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിസ്സാരമായിട്ടുള്ള സംഗതിയല്ല. അത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എംബാപ്പെ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രാഡ്ലി ബർക്കോള സെറ്റ് കളിയായിരുന്നു. പിന്നെ PSG മിഡ്ഫീൽഡ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തു. എസ്പെഷ്യലി നമുക്ക് റെഡ് കാർഡ് കിട്ടിയ ശേഷം നമുക്ക് ലാമിൻ യമാലിനെ അവിടെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്. അപ്പം ലാമിൻ യമാൽ പോയതോടെ ട്രാൻസിഷൻ പ്ലേയിൽ നമ്മൾ ഭയങ്കര വീക്കായി. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഡിഫൻസിൽ നിന്ന് ബോൾ അങ്ങോട്ട് അടിച്ചു വിടുകയാണ്. അതായത് ഡയറക്റ്റ് ബോൾ കളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് PSG ഡിഫൻസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ സെക്കൻഡ് ബോൾസ് ഒന്നും വിൻ ചെയ്യാൻ അവർ ഒരിക്കലും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. വാറൻ എംറയും വിറ്റീഞ്ഞയും അതുപോലെ ഫാബിയാൻ റൂയിസൊക്കെ ചത്ത് കളിച്ചിട്ടുണ്ട്. അപ്പം ഇവർ നല്ല പെർഫോമൻസാണ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ PSG ഡിഫൻസും വെൽ സെറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ ബാഴ്സേൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത് കൺവേർട്ട് ചെയ്യുന്നതിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. അതേസമയം ഡിഫൻസ് ലീക്കിയായി, ഹൈലൈനൊക്കെ അവർ ഈസി ആയിട്ട് പൊട്ടിച്ചു തുടങ്ങി. അങ്ങനെ ടോട്ടലി നമ്മുടെ ഗ്രാഫ് കുത്തനെ താഴോട്ട് പോയി. അപ്പോൾ എന്താണ്, നമ്മൾ തോറ്റു. ഇപ്പോൾ ഇത് ചെറിയ തോൽവിയല്ല, ഇതൊരു വലിയ തോൽവിയാണ്. കാരണം നമ്മളെന്തായാലും ജയിക്കും എന്ന് വിചാരിച്ചൊരു മാച്ചിൽ നിന്ന് 4-1 ഹോം ഗ്രൗണ്ടിൽ വെച്ച് തോറ്റിട്ട് 6-4 അഗ്രിഗേറ്റിൽ പരാജയപ്പെട്ട് ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ട് UCL നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശം സംഗതി തന്നെയാണ്. അപ്പോൾ കളി എവിടെ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെഡ് കാർഡ്, അറൗഹോൻ്റെ റെഡ് കാർഡിലാണ് കളി തിരിയുന്നത്. അതൊരു ക്ലിയർ റെഡ് കാർഡ് തന്നെയാണ്, അതൊന്നും ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എനിവേ ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ എൻഡായി ഓൾമോസ്റ്റ്. ലാലിഗയിലും ഒരു പ്രതീക്ഷയില്ല. കപ്പ് മാച്ചസിൽ നിന്നൊക്കെ നമ്മൾ നോക്കൗട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് നെക്സ്റ്റ് സീസണിൽ പ്രോപ്പറായിട്ട് വന്ന് പെർഫോം ചെയ്തിട്ട് UCL ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ ലീഗ് അടിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഈസി ആയിട്ടുള്ള കാര്യമില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു UCL ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ PSG ഹോം ഗ്രൗണ്ടിൽ പോയി തോൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിരുന്നു നമ്മൾ അവരുടെ ഹോമിൽ പോയിട്ട് അവരെ തോൽപ്പിച്ചത്. തിരിച്ച് ഹോമിൽ വന്ന് നമ്മൾ തോറ്റു. ആ റെഡ് കാർഡ് അതിൽ വലിയൊരു പങ്ക് വഹിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ നെക്സ്റ്റ് സീസൺ ബാഴ്സ നല്ല രീതിക്ക് വന്ന് ഫൈറ്റ് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു മനുഷ്യൻ നമ്മുടെ ലൂയിസ് എൻറിക്കയാണ്. അപ്പോൾ ലൂയിസ് എൻറിക്ക എന്ന മാനേജർ എന്താ പറയുക, കംബാക്കുകളുടെ കിങ് ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം പണ്ട് PSG ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ബാഴ്സൻ്റെ മാനേജറായി നിന്നിട്ട് അവിടെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കംബാക്ക് അടിച്ചു. നിലവിൽ PSG മാനേജറായി നിന്നുകൊണ്ട് ബാഴ്സൻ്റെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് ഒരു കിടിലൻ കംബാക്ക് അടിച്ചു. അപ്പം അതെന്താണ്, ലൂച്ചോൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാം. മൂപ്പര് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പം ആ മാച്ചിന് മുന്നേ ആ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ടിലും മൂപ്പരത് കാണിച്ചു വന്നു. 4-1 തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാഴ്സ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്ത തോൽവിനാണ്. ഇതിനു മുമ്പ് നമ്മൾ UCL നോക്കൗട്ടിൽ അവരെ മീറ്റ് ചെയ്ത സമയത്ത് എംബാപ്പെ ഹാട്രിക് അടിച്ചു, അപ്പോഴും നമ്മൾ ഹോം ഗ്രൗണ്ടിൽ തോറ്റു. ഇതൊന്നും ഒരിക്കലും നല്ല റെക്കോർഡല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അതേസമയം മറ്റേ സൈഡിൽ ഡോർട്ട്മുണ്ട് സെമി ഫൈനലിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ 12:30 നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ റയലിൻ്റെ മാച്ച് വരാനുണ്ട്. അതുപോലെ ആഴ്സണൽ വേഴ്സസ് ബയേൺ മാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റർടൈനിങ് ആയിട്ടുള്ള മാച്ചസാണ് ഇനിയും കാത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, താങ്ക് യു.